മഴ തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഹരി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് രോഹിത് അലീനയെ തൻ്റെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ടെറസിൽ നിന്ന് തുണിയെടുത്ത് താഴേക്ക് പോവാനായി തുടങ്ങുന്ന അലീനയെ രോഹിത് വിളിച്ചു നിർത്തുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചോദിച്ച് അലീന അടുത്തേക്ക് വരുമ്പോഴേക്കും വിയർത്ത് കുളിച്ച് ആകെ പരിഭ്രാന്തനായി പരിഭ്രമത്തോടെ ഒന്നുമില്ലെന്ന് രോഹിത് പറയുന്നുണ്ട്. ഇത് കേട്ട് അലീന പോവാനായി തുടങ്ങുമ്പോഴേക്കും തൻ്റെ ഡ്രസ്സ് ഉണ്ടോന്ന് രോഹിത് ചോദിക്കുക. ഉണ്ടെന്ന് അലീന പറയുമ്പോൾ രോഹിത് അത് വീണ്ടും വീണ്ടും തിരഞ്ഞുകൊണ്ടിരിക്കണ കണ്ട് ഇല്ലേ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ അലീന പറയുമ്പോൾ രോഹിത് വീണ്ടും പരിഭ്രമത്തോടെ അലീന എനിക്ക് ചില കാര്യങ്ങൾ അത് പറയുമ്പോൾ അലീന എന്നൊക്കെ അവൻ വിക്കി വിക്കി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അലീന നിഷ്കളങ്കമായി രോഹിത്തിന് എന്തു വേണേലും എന്നോട് പറയാം, മടിക്കണ്ട, എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണല്ലോ. റൂം ക്ലീൻ ചെയ്യണോ, ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ടോ, കോഫിയോ സ്നാക്സോ എന്തെങ്കിലും വേണോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അപ്പം തന്നെ കൊണ്ടുവന്ന് തരാം. ഇതെല്ലാം കേട്ട് രോഹിത് വീണ്ടും പരിഭ്രമത്തോടെ തന്നെ നിൽക്കുമ്പോൾ ഫുഡ് ഏതാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അത് ഉണ്ടാക്കി തരാം, എനിക്കതൊക്കെ ചെയ്തു തരാൻ സന്തോഷമേ ഉള്ളൂ. അലീനയുടെ നിഷ്കളങ്കതയോടുള്ള ചോദ്യം കേട്ട് അതല്ല, ഡ്രസ്സ് വാഷ് ചെയ്യാൻ എടുക്കുമ്പോൾ പോക്കറ്റ് ഇല്ലാമെന്ന് നോക്കിയേക്കണം, ചിലപ്പോൾ പൈസ വല്ലതും കാണുമെന്ന് രോഹിത് പറയുമ്പോൾ അത് താൻ ചെക്ക് ചെയ്തിട്ടാണ് വാഷിംഗ് മെഷീനിൽ ഇടാറെന്നും എന്തേലും കിട്ടിയാ തരാമെന്നും താൻ ഇതെല്ലാം ഒന്ന് അയൺ ചെയ്യട്ടെ എന്നും പറഞ്ഞ് അലീന അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. പിന്നീടൊരു കുളപ്പടവിലിരുന്ന് രോഹിത്തും ഹരിയും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. രോഹിത് ഹരിയോടായി പറയുന്നുണ്ട്, അലീന നീ വിചാരിക്കുന്ന പോലൊരു കുട്ടിയല്ല ഹരി, അവളുടെ ഇന്നസെൻസ് കാണുമ്പോൾ ഉള്ള ധൈര്യമെല്ലാം ചോർന്നു പോവും, നമ്മൾ തന്നെ പിന്തിരിയും. വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നത് അവളാ, ഒരു പരാതിയും പറയാറില്ല, ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് പെരുമാറാൻ അറിയാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണോ അതുണ്ടാക്കി തരും, ഡ്രസ്സ് എല്ലാം അലക്കി തേച്ച് തരും, ഷൂ പോളിഷ് ചെയ്ത് തരും, അങ്ങനെ എന്തിനും അവൾ നമ്മുടെ കൂടെ ഉണ്ടാവും. സ്വന്തം അനിയനെ കാണുന്ന പോലെയാ അവൾ എന്നെ കാണുന്നത്, അങ്ങനെ ഒരാളോട് എങ്ങനെയാടാ മിസ്ബിഹേവ് ചെയ്യുന്നേ. ഇതെല്ലാം കേട്ട് അവന്റെ ഒരു ഫിലോസഫി, അവൾ ഇതെല്ലാം എന്തിനാ ചെയ്യുന്നേ, നിന്നെ സന്തോഷിപ്പിക്കാൻ, അതെന്താ നീ മനസ്സിലാക്കാത്തെ എന്നൊക്കെ ഹരി പറയുമ്പോൾ നീ പറഞ്ഞ സിമ്പതി ട്രാക്കൊക്കെ ഞാൻ പരീക്ഷിച്ചു നോക്കി, ഒരു ദിവസം മുറി അടിച്ചു വാരാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ചെയ്യണമെന്നില്ല, ബാക്കി ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചതല്ലേ, വിശ്രമിച്ചോന്നൊക്കെ. മുറി പൊടി പിടിച്ച് വൃത്തികേടായി കിടന്ന വല്ല അസുഖവും വരുമെന്ന് പറഞ്ഞ് ആ മുറി മുഴുവൻ ക്ലീൻ ചെയ്തിട്ടാ അവൾ അവിടുന്ന് പോയത് എന്ന് രോഹിത് പറയുമ്പോൾ മരമണ്ട തന്നെ, അവക്ക് നിന്നോട് പൊടി പ്രേമം തുടങ്ങിയെന്നതിനുള്ള തെളിവാത്. നിനക്കസുഖം വന്ന അവൾക്കെന്നാ, അവൾ വെറും വേലക്കാരിയല്ലേ, അപ്പോ നിനക്കസുഖമൊന്നും വരാതെ ഹെൽത്തി ആയിരിക്കണമെന്ന അവളുടെ മോഹം. അതെന്തുകൊണ്ടാന്നറിയോ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ട്. പിന്നെ നീ വിലക്കിയിട്ടും അത്ര നേരം അവൾ തൂത്തു തുറച്ച് അവിടെ നിന്നത് എന്തുകൊണ്ടാ, നിന്നെ കാണാനും നിന്റെ പ്രസൻസ് അനുഭവിക്കാനും. നിനക്കത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാതെ പോയി എന്നൊക്കെ പറഞ്ഞ് ഹരി രോഹിതിനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ രോഹിതും വിഷമത്തോടെ തന്നെ നിൽക്കുക. താനൊരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ടെന്നും സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറ്റിത്തരാമെന്നും വിശക്കുന്നവന്റെ മുമ്പിൽ സദ്യ വിളമ്പി വെച്ചിരിക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ ദൈവം പോലും പൊറുക്കില്ലെന്നുമാ, പിന്നെ ഒരു പിടി കഞ്ഞി പോലും കിട്ടിയില്ലെന്ന് വരുമെന്നും, ഇതിപ്പോ സദ്യ വിളമ്പി വെച്ചിട്ടും നിനക്കൊന്ന് തൊട്ടു നോക്കാൻ പോലും പറ്റിയില്ല, കഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഹരി രോഹിതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പിന്നീട് സ്കൂൾ വിട്ട് വരുന്ന കൃഷ്ണമോൾ തളർച്ചയുടെ സോഫയിലേക്ക് ഇരിക്കണ കണ്ട് അവളുടെ അടുത്ത് ചെന്ന് അലീന കാര്യം ചോദിക്കുമ്പോൾ തനിക്ക് നല്ല ജലദോഷവും തലവേദനയും ഉണ്ടെന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അലീന അവളെ തൊട്ടു നോക്കിക്കൊണ്ട് നല്ല ചൂടുണ്ടല്ലോ, ഞാൻ ചുക്കുകാപ്പി ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ബബിത അങ്ങോട്ട് വരുന്നുണ്ട്. കൃഷ്ണമോക്ക് പനിയുണ്ടെന്ന് അലീന പറയുമ്പോൾ അതിന് ഞാൻ എന്ത് വേണം, അല്ലെങ്കിലും അവൾക്ക് ഇടയ്ക്കിടയ്ക്കുള്ളതാ ഒരു തരം കള്ളപ്പനി എന്നും പറഞ്ഞുകൊണ്ട് ബബിത അവിടുന്ന് പോകുന്നുണ്ട്. അലീന അപ്പോഴേക്കും പോയി കൃഷ്ണയ്ക്കായി ചുക്കുകാപ്പിയൊക്കെ ഇട്ട് കൊണ്ടുവരുന്നുണ്ട്. ചെറിയ ചൂടേയുള്ളൂ കുടിക്കെന്ന് പറഞ്ഞ് കൃഷ്ണയ്ക്കായി അത് കൊടുത്തോണ്ട് അവളുടെ അരികിൽ തന്നെ ഇരുന്ന് വിക്സൊക്കെ എടുത്ത് അവളുടെ നെറ്റിയിലും തൊണ്ടയിലുമെല്ലാം പുരട്ടി കൊടുക്കുന്നുണ്ട് അലീന. പിന്നീട് ഹരിശങ്കർ വൈജയന്തിയുടെ വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. ബൈക്കിലായി അങ്ങോട്ട് വരുന്നവൻ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോന്നൊക്കെ നോക്കി ചൂളമടിച്ചോണ്ട് വീടിനകത്തേക്ക് കയറുന്നുണ്ട്. ഒരു കള്ളനെ പോലെ പതുങ്ങി വന്ന് അകത്ത് കയറുന്ന അവൻ അവിടെയെല്ലാം അലീനയെ തിരഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്നും പാത്രത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. അലീന അടുക്കളയിലുണ്ടെന്ന് മനസ്സിലായ ഹരിശങ്കർ പതിയെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അലീന അവിടെ കറി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ പതിയെ അലീനയുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് ഹരിശങ്കർ.
ഒരു നിഴലനക്കം കണ്ട് തിരിഞ്ഞു നോക്കുന്ന അലീന പെട്ടെന്ന് ഹരിശങ്കറിനെ കണ്ട് ഞെട്ടി കയ്യിലിരുന്ന പാത്രത്തിന്റെ അടപ്പ് താഴോട്ട് വീഴുന്നുണ്ട്. ഹരി ചിരിച്ചോണ്ട് എന്താ പേടിച്ചു പോയോന്ന് ചോദിക്കുമ്പോൾ ഇതാണോ മര്യാദ എന്ന് അലീന ദേഷ്യത്തോടെ ചോദിക്കുക. ഞാനൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു എന്ന് ഹരി പറയുമ്പോൾ സർപ്രൈസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമാണ് കേട്ടോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവൾ താഴെ വീണ് കിടക്കുന്ന അടപ്പെടുത്ത് മുകളിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹരിശങ്കർ തന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞു ജുവൽ ബോക്സ് എടുത്ത് അലീനയുടെ നേരെ നീട്ടുന്നുണ്ട്. അവളുടെ നേരെ നീട്ടി നീ ഇതൊന്ന് നോക്കെന്ന് ഹരി പറയുമ്പോൾ എന്താണെങ്കിലും എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് അലീന അവിടുന്ന് പോവാൻ തുടങ്ങിയ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഇവിടെ നിക്കടിന്ന് പറഞ്ഞ് ഹരിശങ്കർ അവളെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. ആ ബോക്സ് തുറന്ന് അതിനുള്ളിൽ നിന്നും ഒരു മോതിരമെടുത്ത് ഗോൾഡ് ആയത് അറിയാമോ, അരപ്പവൻ എന്ന് ഹരി പറയുമ്പോൾ ഇതെന്തിനാ എന്നെ കാണിക്കുന്നെന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഇത് നിനക്കുള്ളതാ. ഓ, അപ്പൊ കരുതിക്കൂട്ടി വന്നതാണ് എന്ന് അലീന ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അതെ, പക്ഷേ ഇത് ഇപ്പൊ തരില്ല. ഇന്ന് രാത്രി ഞാൻ ഇവിടെയാ സ്റ്റേ ചെയ്യുന്നത്, അപ്പോ ഞാൻ ഇത് നിന്റെ വിരലിലിട്ടു തരും എന്ന് ഹരി പറയണ കേട്ട് രാത്രിയും വേണ്ട പകലും വേണ്ട, ഒന്ന് പോയി തരുമോ ഇവിടുന്ന് എന്ന് അലീന ദേഷ്യത്തോടെ പറയുമ്പോൾ ഇതിന്റെ വില എന്താണെന്ന് നിനക്കറിയോ, ഞാനിത് നിനക്ക് വേണ്ടി എന്ന് ഹരി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അലീന കൈ കൂപ്പിക്കൊണ്ട് പ്ലീസ് ഉപദ്രവിക്കല്ലേ, ജീവിച്ചു പൊയ്ക്കോട്ടെ അപേക്ഷയാ എന്ന് അലീന വിഷമത്തോടെ പറയുമ്പോൾ നിനക്കിതിനൊന്നും ഒരു വിലയുമില്ലെന്ന് ഹരി ചോദിക്കുക. അതാ ഞാനും ചോദിക്കുന്നേ, നിനക്ക് എന്താടാ ഇതിനൊരു വിലയുമില്ലേ, നീ ഒരാണല്ലേ, കൈതക്കൽ മാളിക വീട്ടിൽ ജനിച്ചതല്ലേ എന്നൊക്കെ അലീന അവനോട് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവൻ ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് അവിടെ നിന്നിറങ്ങി പോകുന്നുണ്ട്. പിന്നീട് റൂമിലിരുന്ന് പഠിക്കുന്ന കൃഷ്ണയുടെ അടുത്തേക്ക് ഹരി എത്തുന്നുണ്ട്. ഹരിയേട്ടൻ ഇത് എപ്പോ ലാൻഡ് ചെയ്തു എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ ലാൻഡ് ചെയ്തില്ല, ചെയ്യുന്നതേ ഉള്ളൂ. വാട്ട് ആർ യു ഡൂയിങ് മിസ് കൃഷ്ണജ മേനോൻ എന്നവൻ ചോദിക്കുമ്പോഴേക്കും ഡൂയിങ് സം ഹോംവർക്ക്, ക്യാൻ യു ഹെൽപ്പ് മിസ്റ്റർ ഹരിശങ്കർ IPS എന്നവൾ ചോദിക്കുമ്പോൾ അടിപൊളി നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ അവളുടെ അടുത്തിരുന്ന് അവളെ ചേർത്ത് പിടിച്ചോണ്ട് നിനക്കിന്ന് ക്ലാസ് ഇല്ലായിരുന്നെന്ന് ചോദിക്കുക. ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അവധിയാ. ഞങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി പുഴയിൽ മുങ്ങി മരിച്ചു. സ്കൂളിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് സ്കൂൾ ഇന്ന് അവധിയാണെന്ന്. അപ്പോഴേ ഞാൻ ഇങ്ങ് തിരിച്ചു പോന്നു. ഹരിയേട്ടൻ എന്താ കോളേജിൽ പോവാത്തെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. ഓ, ഞാൻ ഇന്ന് കട്ട് ചെയ്തു, ഭയങ്കര ബോറാന്നേ എന്ന് ഹരി പറയണ കേട്ട് അപ്പൊ പഠിക്കും പാസ്സാവുകയൊന്നും വേണ്ടേ, അതൊക്കെ പാസ്സായിക്കോളും, അതിനൊന്നും ക്ലാസ്സിൽ പോയി അവിടെ ഇരിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഹരി അവളെ വല്ലാത്ത രീതിയിലുള്ളൊരു നോട്ടം നോക്കുമ്പോൾ ഹരിയേട്ടൻ ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്തതെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. കുറേയുണ്ട്, അച്ഛൻ ദുബായിൽ നിന്ന് വരുമ്പോൾ കുറെ കൊണ്ടുവരും, ഞാൻ ഏതെങ്കിലുമൊക്കെ എടുത്തങ്ങ് അടിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവളോട് നീ ഇന്ന് കുറച്ച് കൂടുതൽ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുക. കളിയാക്കാതെ ഹരിയേട്ടാ, ഞാനാ ഈ വീട്ടിലെ ഏറ്റവും ഭംഗിയില്ലാത്തത്, കളറുമില്ല ഫിഗറുമില്ല ഗ്ലാമറും ഇല്ല എന്ന് കൃഷ്ണ വിഷമത്തോടെ പറയുമ്പോൾ ആര് പറഞ്ഞു, കൃഷ്ണക്കുട്ടിയാണ് ഈ വീട്ടിലെ ഏറ്റവും ക്യൂട്ട്, യു ആർ സോ സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് എടി ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. പുളിയല്ലേ, എന്നാ ലുക്കാ കാണാൻ മനുവേട്ടനെക്കാളും സ്മാർട്ടാ എന്നവൾ പറയുമ്പോൾ അവൻ വീണ്ടും അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നീട് അടുക്കളയിൽ നിന്ന് ചായയുമായി ഡൈനിങ് ടേബിളിലേക്ക് എത്തുന്ന അലീനയാണ് കാണിക്കുന്നത്. അങ്ങോട്ടെത്തുന്ന അവൾ സംശയത്തോടെ ഹരിയെ അവിടെയെല്ലാം തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണയുടെ റൂമിൽ നിന്നും ചിരിയും ബഹളവും എല്ലാം കേൾക്കുന്നത്. അങ്ങോട്ടെത്തുന്ന അവൾ കാണുന്നത് സ്റ്റഡി ടേബിളിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണയുടെ അരികിൽ ഹരി ഇരുന്ന് അവളോട് ചേർന്നിരുന്ന് അവളുടെ കയ്യിൽ പിടിച്ചോണ്ട് ഇതാണ് ഭാഗ്യരേഖ, നല്ല ഭംഗിയുള്ള കൈയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹരിയെയാണ്. ഇത് കാണുന്ന അലീന ദേഷ്യത്തോടെ കൃഷ്ണമോളെ എന്ന് വിളിക്കുക. ഇത് കേട്ട് ഹരി ഞെട്ടലോടെ നോക്കുമ്പോൾ അലീന കൃഷ്ണയെ വിളിച്ചിട്ട് കോഫി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ താൻ അത് കഴിച്ചു വരാമെന്ന് പറഞ്ഞ് കൃഷ്ണ അവിടുന്ന് പോകുന്നുണ്ട്. കൃഷ്ണയും കൂടി വളയ്ക്കാനുള്ള അവന്റെ ശ്രമമായിരുന്നു എന്ന് മനസ്സിലായ അലീന അവന്റെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ അവനും തന്റെ പദ്ധതിയെല്ലാം പൊളിച്ച അലീനയെ ക്രൂരമായി നോക്കിക്കൊണ്ട് ആ സ്റ്റഡി ടേബിളിൽ കൈവച്ച് ഇടിച്ചോണ്ട് അവിടെ എഴുന്നേൽക്കുക. അലീന കൃഷ്ണയുടെ അടുത്ത് എത്തുമ്പോഴേക്കും നല്ല കാപ്പിയാ, എനിക്ക് ചേച്ചി ഉണ്ടാക്കുന്ന കാപ്പി ഇഷ്ടാ, ഇത്ര നല്ല കാപ്പി ഞാൻ കുടിച്ചിട്ടില്ല എന്നൊക്കെ കൃഷ്ണ പറയുമ്പോൾ ഇതെന്റെ അനുജത്തിക്ക് വേണ്ടി ഞാൻ സ്നേഹം കുറുക്കി ഉണ്ടാക്കിയ കാപ്പിയാന്ന് അലീനയും പറയുന്നുണ്ട്. അപ്പോഴാണ് തനിക്ക് അലീന ചേച്ചിയെ പോലൊരു ചേച്ചി വേണമായിരുന്നു എന്ന് കൃഷ്ണ പറയുന്നത്. അവൾ കുശുംബിയാ ബബിത, അമ്മയുടെ അതേ സ്വഭാവമാണെന്ന് കൃഷ്ണ പറയുമ്പോൾ അങ്ങനൊന്നും ഇല്ലെന്നേ, കുസൃതി കൂടുതലാണെന്നേ ഉള്ളൂ എന്ന് അലീന പറയുന്നുണ്ട്. അമ്മയുടെ അതേ സ്വഭാവമാണ് അവൾക്കെന്നും തനിക്ക് അച്ഛൻ്റെ സ്വഭാവമാണെന്നും കൃഷ്ണ പറയുമ്പോൾ മോൾക്ക് ഏത് വിഷയ പഠിക്കാൻ ബുദ്ധിമുട്ടെന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഹിന്ദിയാ, ചേച്ചിക്ക് ഹിന്ദി അറിയുമെന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ അറിയുമെന്ന് ചോദിച്ചാൽ +2 വരെ പഠിച്ചതല്ലേ, അതുവരെയൊക്കെ അറിയാം, കാപ്പി കുടിച്ചിട്ട് ബുക്ക് എടുത്തോണ്ട് വന്നാൽ താൻ പറഞ്ഞു തരാമെന്ന് അലീന പറയുന്നുണ്ട്.
വീണ്ടും ഹരി അവളെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടിയിലാണ് അലീന അത് പറയുന്നത്. അപ്പോഴേക്കും ഹരി അങ്ങോട്ടെത്തുന്നുണ്ട്. അവളെ ക്രൂരമായി നോക്കി ദഹിപ്പിച്ചുകൊണ്ട് ചെവിയിൽ നുള്ളിക്കൊണ്ട് അവൻ അവിടുന്ന് പടിയിറങ്ങി പോവുക. അവൻ മുറ്റത്തെത്തുമ്പോഴാണ് വൈജയന്തി കാറുമായി അങ്ങോട്ടെത്തുന്നത്. അവനെ കണ്ട് സന്തോഷത്തോടെ നീ എപ്പോ വന്നെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് വന്നതാന്ന് ഹരി പറയുമ്പോൾ നീ വല്ലതും കഴിച്ചോന്ന് വൈജയന്തി ചോദിക്കുക. ഒരു ചായ പോലും കിട്ടിയില്ല. ആന്റിയുടെ സെർവന്റിന് മാനേഴ്സ് തീരെയില്ല എന്നൊക്കെ അവൻ പറയണ കേട്ട് അവള് ഗസ്റ്റ് വന്നാൽ നന്നായി നോക്കാറുള്ളതാണല്ലോ. വൈജയന്തി സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. എന്നെ മൈൻഡ് ചെയ്തില്ല, ഞാൻ ആരാണെന്ന് അവൾക്കറിയാലോ എന്നവൻ പറയുമ്പോൾ താൻ അവളോടൊന്ന് ചോദിക്കട്ടെ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ഹരി വൈജയന്തിയെ തടഞ്ഞുകൊണ്ട് ആന്റി ചോദിക്കാനൊന്നും പോണ്ട, ഞാൻ കാരണം ഈ കുടുംബത്തിലൊരു വഴക്കു വേണ്ട എന്ന് പാവത്താനെ പോലെ പറയുമ്പോൾ ഈ ഫാമിലിയിലെ ആരാ അവള്? എന്റെ മോളൊന്നുമല്ലല്ലോ, പിന്നെന്താ വഴക്കു പറഞ്ഞ എന്ന് വൈജയന്തി വീണ്ടും ചോദിക്കുമ്പോൾ അത് വേണ്ട ആന്റി, ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്ക്, ഒരു വാണിംഗ് കൊടുത്താൽ മതി എന്ന് അവന്റെ നിഷ്കളങ്കമായ മറുപടി കേട്ട് വൈജയന്തി ദേഷ്യത്തോടെ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവിടെ അലീന സോഫയിൽ ഇരുന്നുകൊണ്ട് കൃഷ്ണമോൾക്ക് ഹിന്ദിയിലെ സംശയങ്ങളെല്ലാം തീർത്തു കൊടുത്തോണ്ടിരിക്കുക. തനിക്ക് ഹിന്ദി ഒട്ടും ഡൈജസ്റ്റ് നമ്മുടെ മലയാളം പോലെയല്ലെന്നും മലയാളം എന്ത് ഈസിയാണെന്നും കൃഷ്ണ പറയുമ്പോൾ മനസ്സിരുത്തിയ ഇതും ഈസിയാണെന്നേ, പുത്രിയുടെ പര്യായ പദമല്ലേ എന്നും ചോദിച്ചോണ്ട് അലീന അതിന്റെ കുറെ പര്യായ പദങ്ങൾ പറഞ്ഞു കൊടുക്കണ കേട്ട് ചേച്ചിക്ക് ഇപ്പോഴും ഇതെല്ലാം ഓർമ്മയുണ്ടോ, എന്തൊരു മെമ്മറിയാന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അതെല്ലാം വിട്, നമുക്ക് പാഠത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ് അലീന അവൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് വൈജയന്തി അങ്ങോട്ട് വന്ന് കൃഷ്ണേ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നത്. താൻ ചേച്ചിയോട് ചോദിച്ച് ചില ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുമായിരുന്നു എന്ന് കൃഷ്ണ പറയുമ്പോൾ എന്ത് ഡൗട്ട് എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അമ്മ പറഞ്ഞു തരുമെന്നും ചോദിച്ച് ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ആ സംശയമുള്ള ഭാഗം കൃഷ്ണ വായിക്കുന്നുണ്ട്. കേട്ട് നിനക്ക് സംശയമുണ്ടെങ്കിലേ ടീച്ചറോട് ചോദിക്കണം, അല്ലാതെ വീട്ടുവേലക്കാരിയോടല്ല എന്ന് അമ്മ പറയണ കേട്ട് ഇതെന്ത് സ്വഭാവ എന്ന് കൃഷ്ണമോളും ചോദിക്കുന്നുണ്ട്. വൈജയന്തി അപ്പോഴേക്കും ദേഷ്യത്തോടെ അലീനയുടെ അടുത്തേക്ക് ചെന്ന് നിന്റെ ജോലി എന്താടി? ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അമ്മയെ ശുശ്രൂഷിക്കുക, അത്രയല്ലേ ഉള്ളൂ. എന്റെ മോളെ പഠിപ്പിക്കാൻ നീ ആരാ? ട്യൂഷൻ ടീച്ചറോ? അവനവന്റെ ജോലി തന്നെ അങ്ങ് ചെയ്താൽ മതി, വലിയ ആളാവാൻ നോക്കണ്ട. ഒരു അധ്യാപിക വന്നേക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാനായി തുടങ്ങുമ്പോ ഈ അമ്മയ്ക്കെന്നാ ഇത് കുശുമ്പാണോ അസൂയാണോ അതോ കുത്തിത്തിരിപ്പാണോ എന്നവൾ ചോദിക്കുമ്പോൾ വൈജയന്തി തിരിഞ്ഞു നിന്ന് നിർത്തടി എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് ഹിന്ദി അറിയാം, ചേച്ചി പറഞ്ഞു തരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കൃഷ്ണ പറയണ കേട്ട് ഓ ചേച്ചി എവിടുത്തെ ചേച്ചി? നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ചേച്ചിന്ന് വിളിക്കരുതെന്ന്. നിനക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ട്യൂഷന് വല്ലതും പൊയ്ക്കോണം. അതുകൊണ്ടല്ലേ അലീന ചേച്ചിയുടെ അടുത്ത് പോയതെന്ന് കൃഷ്ണ പറയാൻ തുടങ്ങുമ്പോഴേക്കും യോഗ്യത ഉള്ളവരുടെ അടുത്ത് പോകണമെന്നാ പറഞ്ഞത് എന്ന് വൈജയന്തി പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.